നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിലെ കാര്യങ്ങൾ സംഭവബഹുലമാണിന്ന്. ആദ്യം ആഴ്സണലിനെ ആസ്റ്റൺ വില്ല പരാജയപ്പെടുത്താൻ നമ്മൾ കണ്ടു. ഇപ്പോഴിതാ കിഡിലൻ ഒരു ഒളിമ്പിക് ഗോള്. ബ്രൂണോ ഗുയിമറസിൻ്റെ ആ കോർണർ കിക്ക് നേരെ വലയിലേക്ക് പെർഫെക്റ്റ് കർവായിരുന്നു. അത് ഒരു വിസ്മയ ഗോളാണ്. റിച്ചാലിസൺ ഗോളിൽ തുടരുകയാണെന്നേ. ഇപ്പോൾ റിച്ചാലിസൺ വീണ്ടും ഫോം തിരികെ പിടിക്കുന്നു എന്നുള്ളൊരു ആശ്വാസം ടോട്ടനാമിൻ്റെ ആരാധകർക്കുണ്ട്, ബ്രസീലിൻ്റെ ആരാധകർക്ക് വല്ലാതെയുണ്ട്. കാരണം വലിയ രൂപത്തിൽ ആഞ്ചലോട്ടി പരിഗണിക്കുന്നയാളാണല്ലോ റിച്ചാലിസൺ ഇപ്പോൾ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നിന്ന് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് 4 ഗോളുകൾ അടിച്ചിരിക്കുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഫോം തിരികെ പിടിക്കുകയാണ് എന്നർത്ഥം. സോ ഇവരുടെ ടീമുകളൊക്കെ വിജയിക്കുകയായിരുന്നു. ടോട്ടനാം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബ്രെൻഫോർഡിനെ തോൽപ്പിക്കുന്നു. ന്യൂകാസിൽ 2-1 ബേൺലിയെ പരാജയപ്പെടുത്തുന്നു. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി സണ്ടർലൻഡിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. സിറ്റിക്ക് വേണ്ടി ഈ മത്സരത്തിലെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏർലിംഗ് ഹാലൻഡും ഡോക്കുവും ചെർക്കിയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 31-ാമത്തെ മിനിറ്റിൽ ഡയസിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡെടുക്കുന്നു. 35-ാമത്തെ മിനിറ്റിൽ ഗാർഡിയോളിൻ്റെ ഗോള്, 65-ാമത്തെ മിനിറ്റിൽ ഫിൽ ഫോഡൻ്റെ ഗോള്. ഫിൽ ഫോഡൻ എന്തൊരു ഫോമിലേക്കാണ് മാറിയിരിക്കുന്ന കാര്യം നോക്കുക. അതോടുകൂടി ഇപ്പോൾ സിറ്റി 15 കളി 31 പോയിന്റ് 2-ാം സ്ഥാനത്തേക്ക് തന്നെ തിരികെ എത്തിയിട്ടുണ്ട്. വില്ല വിജയിച്ചപ്പോൾ അവർ 2-മതെത്തിയിരുന്നു. അപ്പോൾ അവർ 3-മതായി. അവർക്ക് 30 പോയിന്റാണ്. ആഴ്സണൽ തന്നെയാണ് 1-മത്. ഇന്ന് തോറ്റെങ്കിലും 15 കളിയിൽ നിന്ന് 33 പോയിന്റ് അവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ആഴ്സണലുമായിട്ടുള്ള സിറ്റിയുടെ പോയിന്റ് വ്യത്യാസം 2 ചുരുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സിറ്റിക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതേസമയം 2-1 ബേൺലിയെ ന്യൂകാസിൽ യുണൈറ്റഡ് പരാജയപ്പെടുത്തുമ്പോഴാണ് ആ ഒരു മാസ്മരിക കോർണർ കിക്കിൽ നിന്നുള്ള ഗോള് നമ്മൾ കാണുന്നത്. ബ്രൂണോ ഗുയിമറസ് 31-ാമത്തെ മിനിറ്റിലാണ് തൻ്റെ ബ്രസീലിയൻ മാജിക് പുറത്തെടുക്കുന്നത്. പിന്നെ ഗോർഡൻ്റെ പെനാൽറ്റി ഗോൾ കൂടിയായപ്പോൾ 2-0. കളിയുടെ അവസാന ഘട്ടത്തിൽ ഒരു പെനാൽറ്റി ഗോളിലൂടെ ഫ്ലമിംഗ് ഒരു ഗോളും അടക്കിയെങ്കിലും ബേൺലിക്ക് കളി തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ചെൽസി വീണ്ടും വിജയമില്ലാതെ മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഗോൾ രഹിത സമനിലയിലാണ്. ബേൺമൗത്തിനോട് അവർ ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ലീഡ്സിനോട് 3-1 അവർ തോൽക്കുന്നത് കണ്ടു. ആഴ്സണലുമായിട്ട് 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് 1-1 സമനില പിടിച്ചു എന്നുള്ളൊരു നേട്ടമായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള 2 മത്സരങ്ങളും അവർക്ക് പോസിറ്റീവ് റിസൾട്ടുകളല്ല കൊണ്ടുവന്നത് എന്നുള്ളത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്നതാണ്. അതേസമയം തന്നെ ടോട്ടനാമിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞത്. റിച്ചാലിസൺ ഫോമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നുള്ളത്. റിച്ചാലിസൻ്റെ ഗോൾ 25-ാമത്തെ മിനിറ്റിൽ വരുന്നു. പിന്നെ സാവി സിമോൺസിൻ്റെ ഗോൾ 43-ാമത്തെ മിനിറ്റിൽ വരുന്നു. അങ്ങനെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം ടോട്ടനാം ഹോട്ട്സ്പർ സ്വന്തമാക്കിയിരിക്കുന്നു. മറ്റൊരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് എവേർട്ടനും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തമ്മിലാണ്. 3-0 എവേർട്ടൻ നോട്ടിംഗ്ഹാമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.